ഇന്നൊരു ഇനാഗുറേഷൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ കുറച്ച് വൃത്തിമേനയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. എന്നത്തെയും പോലെ കെട്ടിനെ റോട്ടിലിട്ടേച്ചും പോയി. അപ്പോഴേക്കും ചങ്ക് വന്നു. ചങ്കിനെ കുട്ടി KSRTC കയറിയിട്ട് ലൊക്കേഷനിലെത്തി. അവർ ടോപ്പ് സിംഗറിലൊരു കുട്ടി നന്നായി പാടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ലഡു വന്നു, ജിലേബി വന്നു, ചായ വന്നു, പലതരം മിഠായികൾ വന്നു. ഇതെല്ലാം ഇൻവെർട്ടർ ആയതുകൊണ്ട് എനിക്ക് കഴിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും സ്റ്റേജിൽ ഓരോരോ പ്രോഗ്രാംസുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞു. 1 മണിക്ക് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. 3 ബിരിയാണി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചു. നന്നായിട്ട് വയറ് നിറച്ചു. ശേഷം പലതരം ഫോട്ടോഷൂട്ടിന് ശേഷം ഞങ്ങൾ റിട്ടേൺ KSRTCയിൽ തന്നെ വന്നു. ഉറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഉറങ്ങാൻ പറ്റിയില്ല. ഏതൊരു ബൈക്കും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആനവണ്ടി തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. എന്തായാലും ആ സംസാരത്തിനൊക്കെ ശേഷം വണ്ടി പിന്നെ എടുത്തു. ഞങ്ങളിങ്ങനെ എടുത്തിരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഭയങ്കര പോസിറ്റീവായിരുന്നു. പിന്നെ അതിനുശേഷം വണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കുറച്ചിങ്ങനെ നടക്കേണ്ടി വന്നു. സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ അവിടെ ചെറിയൊരു ഷോപ്പ് കണ്ടു കേട്ടോ. ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയ കുറേ സാധനങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പ്. ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരു ടീഷർട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോന്നിട്ട് സാലറി കിട്ടിക്കഴിഞ്ഞിട്ട് ഒന്നുകൂടി കയറാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ശേഷം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. അവിടെ ലൈമും സോഡ സർബത്തൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് ഇറങ്ങി ഒരു ബസ്സിൽ മാറി കയറേണ്ടി വന്നു. അവിടുന്ന് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഈ ബസ്സിലും എന്തോ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടായിരുന്നു. എന്തോ ബസ് സൈഡ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലെത്തി. ഇവിടുന്ന് പിന്നെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ താങ്ക് യു സോ മച്ച്.